ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ശ്രീനിയേട്ടന് വിട. മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് ഏറ്റവും കിടിലമാക്കി തന്ന, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ നമ്മളുടെ മനസ്സിലോട്ട് പതിപ്പിച്ച, തിരക്കഥ എഴുതിയ, പുള്ളിയുടെ കൂടെ അഭിനയിച്ച, ഹിസ് ആൻ ആക്ടർ ഓൾസോ, ഈസ് എ ഫെൻറ്റാസ്റ്റിക് ആക്ടർ, ഐ എം നോട്ട് ഡിനൈങ് ദാറ്റ്, ബട്ട് ഹീ ഹാസ് എ റൈറ്റർ. പുള്ളിയെ പോലെയൊക്കെ ഇനി ഒരു തിരക്കഥ എഴുതുന്ന ഒരാളൊക്കെ ഇനി എന്തെങ്കിലും വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അത്രയും റിപ്പീറ്റ് വാല്യൂ സിനിമകൾ തന്ന, ചിന്തിപ്പിക്കാൻ നമ്മളെയൊക്കെ പഠിപ്പിച്ച, ഇപ്പോഴും ഒരു നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ തിരക്കഥ വെച്ചിട്ട് എഴുതിയ സിനിമകൾ നമ്മൾ ഒന്നും കൂടി ഇരുന്ന് കണ്ടാൽ പോലും ഇപ്പോഴും ആ ഫ്രഷ്നെസ് കിട്ടുന്ന, ആ ലെവൽ സ്ക്രിപ്റ്റിങ്ങും ആ ലെവൽ തമാശകളൊക്കെ എഴുതിയ ആ മനുഷ്യൻ ഇന്ന് നമ്മൾ കൂടെ ഇല്ല. ഇറ്റ്സ് വെരി സാഡ് ആൻഡ് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്, ബട്ട് സ്റ്റിൽ ഹീ വിൽ ബി റിമെമ്പേർഡ് ബൈ ഹിസ് വർക്ക്സ്. പുള്ളിക്ക് മരണമില്ല എന്ന് നമ്മൾ പറയില്ലേ, ഒരു കലാകാരന് മരണമില്ല. അയാളുടെ വർക്ക് വിൽ ലിവ് ത്രൂ ഹിം. പുള്ളിയുടെ സിനിമകൾ, പുള്ളി അഭിനയിച്ച സിനിമകളൊക്കെ ഇനിയും നമുക്ക് കാണുമ്പോൾ പുള്ളിയെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് വിൽ ലിവ് ഫോർ എവർ. ഏതൊരു തിരക്കഥ എഴുതാൻ നോക്കുന്ന ഒരാൾക്കും പഠിക്കാൻ പറ്റിയ ഒരു വലിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുള്ളി നമുക്ക് തന്നു തന്നിട്ട് പോയത്. ആ റെഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നിങ്ങൾ ഇൻസ്പയർ ആവുക. ആൻഡ് വി ആർ ഗോണ മിസ് യു എ ലോട്ട്. സോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഞാൻ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ദ വൺ ആൻഡ് ഓൺലി ജെയിംസ് കാമറൂണിൻ്റെ സിനിമയാണ്. പുള്ളിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, ഇതിൻ്റെ ആർട്ട്, അതിൻ്റെ CGI, ഇതിൻ്റെ വിഷ്വൽ ഇഫക്ട്സ്, ഇതിൻ്റെ മോഷൻ ക്യാപ്ചർ പരിപാടി, ഒരുപാട് മേഖലകൾ. നമുക്കൊന്നും സിനിമ കണ്ടാൽ തന്നെ ഇതൊക്കെ എങ്ങനെ എടുത്തു എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മേക്കിംഗ് സ്റ്റൈലുള്ള ഒരു പടം. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് വെരി ബോറിങ് ഇൻ മൈ ഒപ്പീനിയൻ അന്ന് സെക്കൻഡ് പാർട്ട്. പക്ഷേ ഈ സിനിമ ഹാഡ് സം ഗുഡ് എലമെൻറ്റ്സ്. ഓക്കെ, ഈ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. ഓണ ചാപ്ലിൻ, അങ്ങനെ എന്താണ് പുള്ളിക്കാരിയുടെ പേര്. ഷീ വാസ് ഫാൻറ്റാസ്റ്റിക്. ഓ മാൻ, ഈ നമ്മൾ ഫസ്റ്റ് പറയില്ല, ക്രഷ് അടിച്ചു എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടറിനെ എടുത്ത് ചെയ്തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ദ കോൺഫിഡൻസ്, ദ ക്രേസിനെസ്, ദ മാഡ്നെസ്, ഒരു ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ഓ മാൻ, കിടിലം. നമ്മളല്ലേ നമുക്ക് നമ്മുടെ മെയിൻ കഥാപാത്രത്തിന്, നമ്മൾ പുള്ളിക്കാരൻ്റെ വൈഫായിട്ടുള്ള നമ്മുടെ ഗമോറായിട്ടൊക്കെ വന്ന പുള്ളിക്കാരിയാണ്. എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടാ, ആക്ടറിൻ്റെ. അപ്പം പുള്ളിക്കാരിയാണ് നമ്മുടെ നെയ്ത്തിരിയെ ആ ക്യാരക്ടർ. അവരൊക്കെ ഒപ്പത്തിൽ നിൽക്കുന്ന ഒരു കിടിലം ക്യാരക്ടറായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി എക്സ്പ്ലോർ ചെയ്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് അവസാനമൊക്കെ ആയപ്പം മറ്റേ വേ ഓഫ് ദ വാട്ടറിൽ സെയിം പ്ലോട്ടിലോട്ട് ഈ പടവും വന്നു. സെയിം ആക്ഷൻ സീക്വൻസസ് ആയിക്കോട്ടെ, ഹൈലി പ്രഡിക്റ്റബിൾ ആണ്. എല്ലാം ഹൈലി പ്രഡിക്റ്റബിൾ ആണ്. എവറിത്തിങ് വാസ് ജസ്റ്റ് അഗെയിൻ ദ സെയിം തിങ്. വേ ഓഫ് വാട്ടർ കണ്ട അതേ സാധനങ്ങൾ തന്നെ, സ്പൈഡറും അതും ഇതും വെള്ളവും മറ്റേ തിമിംഗലം പോലെ ഇരിക്കുന്ന സാധനവും സെയിം. ഒരു പുതുമയും തരാൻ പറ്റാതെ പോയ മറ്റൊരു അവതാർ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ ഐമാക്സിൽ കണ്ടതുകൊണ്ട് ആ 3Dയും ഹൈ ഫ്രെയിം റേറ്റിൻ്റെ ആ ഒരു പരിപാടിയൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര രസമായിട്ടൊക്കെ നമുക്കിത് ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റും. ബട്ട് എന്നാൽ പോലും സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പഴയ സിനിമയുടെ ഇതിലോട്ട് ഇത് പോകുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇതെന്തോന്നാണ് എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ എന്തോന്നും നോക്കാൻ ഈ ഫയർ ആൻഡ് ആഷിൻ്റെ പരിപാടി, ആ ഒരു ക്ലാനും അവരുടെ ഒരു പരിപാടിയിലൊക്കെ മാത്രമായിട്ട് ഇവരിത് എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പരിപാടിയായിരുന്നു. അത് അവർ ഏറ്റെടുക്കാതെ വെറുതെ എന്തിനാണ് പിന്നെയും വേ ഓഫ് ദ വാട്ടറിൻ്റെ ഇതിലോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഇറ്റ് വാസ് വെരി, എന്താ പറയുക, ചുമ്മാ നമുക്കിങ്ങനെ ടൈം പാസിന്, എസ്പെഷ്യലി ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയി നമ്മൾ ആ വിഷ്വൽസിന് കാണാം ഈ പടം. ബോറടിക്കില്ല. നമ്മൾ ഒരിക്കലും കൊടുത്ത കാശ് അയ്യോ പോയെന്നൊന്നും പറയൂല. പക്ഷേ ജെയിംസ് കാമറൂൺ അണ്ണൻ്റെ അടുത്ത് പറയാനുള്ളത് എന്തോടെ നിർത്തിക്കേണ്ട, അണ്ണന് ഇല്ല, അണ്ണൻ്റെ വെടിയും പുകയൊക്കെ തീർന്നു ഈ അവതാറിൻ്റെ കേസിൽ. ഇനി നമ്മൾ ഈ പറഞ്ഞതിന് അണ്ണൻ ഞെട്ടിച്ചോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാല്ല. പക്ഷേ ആസ് പെർ ദ സ്റ്റോറി ലൈൻ, ആസ് പെർ ദ റീസൺസ്, ഈ റിവെഞ്ച് സ്റ്റോറി തന്നെ എത്ര നാളാണ് ഇങ്ങനെ ഇട്ടിട്ട് അടിക്കുന്നത്. ഇനി എന്തോന്നിലായിട്ടാണ് അണ്ണൻ അടുത്തത് പോകാൻ പോകണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബ്രോ ഇതൊന്ന് നിർത്തിയിട്ട് അടുത്ത എന്തെങ്കിലും പുതുമയായിട്ടോ, അല്ലെങ്കിൽ യു സെഡ് ദാറ്റ് യു ഹാവ് ലോഡ് ഓഫ് തിങ്സ് ഇൻ യുവർ ഹെഡ് വിച്ച് യു വോണ്ട് ടു മേക്ക് എന്നത്. അപ്പോൾ അതിനോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സൈഡിലോട്ട് തട്ടിയിടുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇതിനി പറയാനൊന്നുമില്ല.
ഇനി എന്തോന്ന് മറ്റവൻ പിന്നെയും ജനിച്ചുകൊണ്ട് വരുമോ? അല്ലെങ്കിൽ ആ പറന്നുപോയ പെണ്ണ് പിന്നെയും പകരം വീട്ടാൻ വരുമോ? ഇനി ആകെ ഉള്ള ഒരു വില്ലത്തി എന്ന് പറയുന്നൊരു ക്യാരക്ടർ പുള്ളിക്കാരി മാത്രമാണ്. ഇനിയിപ്പോൾ അടുത്തൊരു സിനിമ വന്നാലും ആ പുള്ളിക്കാരിയെ സോൾലി ആ പുള്ളിക്കാരിയെ ബേസ് ചെയ്താണ്. പിന്നെ ദൈവത്തിനെ ഓർത്ത് ഒരു 2 മണിക്കൂർ കൊണ്ട് പടം തീർക്കുക. ഈ 3.25 മണിക്കൂറൊക്കെ എന്തിന്? അതാണ് ഞാൻ പറയുന്നത്, ഈ സിനിമ ഹാഡ് ദ പൊട്ടൻഷ്യൽ ബട്ട് കംപ്ലീറ്റ്ലി റൂയിൻ ബൈ സെയിം ഓൾ പാറ്റേൺ ആൻഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സ്ക്രീൻ പ്ലേ. പുതുമയില്ല. നമുക്ക് എൻഗേജിങ് ഫാക്ടർ അല്ലെങ്കിൽ കൈയടിക്കാനുള്ള അത് കണ്ട ഹൈ മൂമെൻറ്റ്സ് തന്നെ, വേ ഓഫ് വാട്ടർ കണ്ട ഹൈ മൂമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഇതിലും റിപ്പീറ്റായി വരുന്നത്. ഈ ഈവ എന്ന് പറയുന്ന ദൈവവും അല്ലെങ്കിൽ ആ ഒരു നേച്ചറിൻ്റെ സ്പിരിച്വാലിറ്റിയും അമൃതവും ഒക്കെ തന്നെയാണ്. നിങ്ങൾ ഭയങ്കര സ്പിരിച്വാലിറ്റി പരിപാടിയാണ് ഈ പടത്തിൽ പിടിച്ചേക്കുന്നത്, അത് മനസ്സിലായി. ഇനി ഒന്നുമില്ല അണ്ണന് കാണിക്കാൻ. അതുകൊണ്ട് അടുത്ത ഇതിലോട്ട് ചാപ്റ്ററിലോട്ട് മൂവ് ഓൺ ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഞാൻ പറയും, പുള്ളിയൊക്കെ ബ്രില്യൻ മൈൻഡാണ്. പുള്ളി സ്റ്റീഫൻ സ്പിൽബർഗ്, പീറ്റർ ജാക്സൺ എന്നൊക്കെ പറയുന്ന ലെജൻസാണ്. എനിക്ക് അത് നമുക്ക് ഞാൻ പറയും മേക്കിങ്ങിലൊന്നും ഒന്നും പറയാമല്ലോ, ഇറ്റ്സ് ടോപ്പ് നോച്ച്. അതൊന്നുമില്ല. ഞാൻ പറഞ്ഞ കഥയിൽ ഒന്നുമില്ല, നമ്മളെ ഗ്രിപ്പ് ചെയ്തിരുത്താനുള്ള അല്ലെങ്കിൽ പുതുമകൾ ഇല്ല. നമ്മളെ കണ്ട സാധനങ്ങൾ തന്നെ അങ്ങനെ ആയിപ്പോയി. അതാണ് എനിക്ക് അവതാർ വേ ഓഫ് ഫയർ ആൻഡ് ആഷിനെ പറ്റി പറയാനുള്ളത്. പക്ഷേ മറ്റേ നടി ചാർലി ചാപ്ലിൻ്റെ കൊച്ചുമോൾ രക്ഷയില്ല കേട്ടോ. മോനെ ആ സ്ക്രീനിലൊക്കെ വരുമ്പോൾ വേറെ ഒരു മനുഷ്യനാണ് തോന്നുന്നു, സ്ക്രീൻ പ്രസൻസ് ഡേ വേറെ ഒരു മനുഷ്യനെ നോക്കാൻ തോന്നില്ല. പുള്ളിക്കാരിയെ തന്നെ ഇങ്ങനെ, പുള്ളിക്കാരി ആ ഗ്രേസാണ്, ഭയങ്കര ഗ്രേസ്ഫുള്ളാണ് കേട്ടോ. അയ്യോ, പല കോൺഫിഡൻസും ആ ഒരു വില്ലത്തി സാധനം ഉണ്ടല്ലോ, പൊളി. ഞാനൊരു ആറാട്ടണ്ണനായി മാറുകയാണ്. അയ്യോ വേണ്ട, ഞാൻ അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വേറെ അഭിപ്രായം താഴെ പറയുക. ചുമ്മാ കണ്ടിരിക്കാന്നല്ലാതെ വേറെ ഒന്നും ഇല്ല. എനിവേസ് ഇറ്റ് വാസ്, യു ക്യാൻ ഐമാക്സിൽ കാണാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ കാണുക. അത്യാവശ്യം നമ്മൾ അതിൻ്റെ ആ ഒരു 3D ക്വാളിറ്റിയിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യും. അത് കുറച്ചും കൂടെ ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ മോൾ ഓഫ് ദ എമിറേറ്റ്സിൽ മറ്റേ അത്ര നല്ല പൊക്കവും വീതിയൊക്കെ ഉള്ള സ്ക്രീനുണ്ട്. അവിടെ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ കണ്ണുള്ളൂ, ഭയങ്കര രസവും, യാതൊരു ഇതുമില്ലല്ലോ, ഡിസ്ട്രാക്ഷനും ഇല്ല. നമുക്ക് ആ സ്ക്രീൻ മാത്രമല്ല, ലോകത്തിലോട്ട് അങ്ങ് പോകും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാം. അതേപോലെ ഡോൾബി സിനിമാസിൽ കണ്ടാലും അടിപൊളിയായിരിക്കും. അതാണ് എനിക്ക് അവതാറിനെ പറ്റി പറയാനുള്ളത്. ഞാൻ പോണു. ശരി എന്നാൽ.